കാണാൻ പോകുന്നത് കൊച്ചിയിലെ മട്ടാഞ്ചേരി ജൂത സിനഗോഗും ജൂതന്മാർ നിർമ്മിച്ച ജൂ ടൗണുമാണ്. 15-ാം നൂറ്റാണ്ടിൽ സ്പെയിൻ, പോർച്ചുഗലിൽ നിന്നും ആട്ടിയോടിക്കപ്പെട്ട ജൂതന്മാർ കൊച്ചിയിൽ അഭയം കണ്ടെത്തുകയായിരുന്നു. അന്നത്തെ കൊച്ചി രാജാവ് അവർക്ക് മട്ടാഞ്ചേരിയിൽ താമസിക്കാൻ അനുവാദം നൽകുകയും അങ്ങനെയാണ് പ്രസിദ്ധമായ ജൂത തെരുവും പരദേശി സിനഗോഗും വരുന്നത്. മട്ടാഞ്ചേരി പാലസ് മുതൽ പരദേശി സിനഗോഗ് വരെയുള്ള സ്ട്രീറ്റിനെയാണ് ജൂ ടൗൺ എന്ന് പറയുന്നത്. സിനഗോഗിൻ്റെ 450-ാം വാർഷികം 2018 ഡിസംബറിൽ ആഘോഷിച്ചു. അന്ന് ഇസ്രായേൽ, യുണൈറ്റഡ് സ്റ്റേറ്റ്, കാനഡ, ഓസ്ട്രേലിയ, ഹോളണ്ട് എന്നിവിടങ്ങളിൽ നിന്ന് സമൂഹത്തിലെ 150-ലധികം അംഗങ്ങൾ ജൂ ടൗണിൻ്റെ തെരുവുകൾ സജീവമാക്കി ഒത്തുകൂടി. 2 ആഴ്ചയായിരുന്നു ആഘോഷം. ആയിരത്തി 1760 അറിയപ്പെടുന്ന ജൂത വ്യവസായി എസെക്കിൽ റഹാബിയാണ് ക്ലോക്ക് ടവർ നിർമ്മിച്ചത്. ഏകദേശം 45 അടി ഉയരമുണ്ട് ഈ ക്ലോക്ക് ടവറിന്. ലാറ്റിൻ, ഹീബ്രു, മലയാളം എന്നീ ഭാഷകളിൽ അക്കങ്ങളുള്ള ടവറിന് 4 മുഖങ്ങളും ഒരു വശം ശൂന്യവുമാണ്. ഇപ്പോഴും ഈ ക്ലോക്ക് ടവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ പ്രവേശന ഫീസ് 50 രൂപയാണ്. ഇവിടെ നമുക്കൊരു ആർട്ട് ഗാലറി കാണാം. 72-ാം സിയിൽ കൊടുങ്ങല്ലൂരിൽ ജൂതന്മാർ വന്നത് മുതൽ 1949 അവസാനം ഭരിച്ച കൊച്ചി മഹാരാജാവിൻ്റെ കിരീടാവകാശം ത്യജിക്കുന്നതുവരെയുള്ള ചരിത്രത്തിൻ്റെ ചിത്രങ്ങൾ ഈ ഗാലറിയിൽ കാണാം. നിങ്ങളിപ്പോൾ കാണുന്നത് 450 വർഷത്തിലേറെ പഴക്കമുള്ളതും കോമൺവെൽത്ത് രാജ്യങ്ങളിലെ ഏറ്റവും പുരാതനവുമായ സിനഗോഗാണ്. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മതങ്ങളിൽ ഒന്നാണ് യഹൂദമതം അഥവാ ജൂതമതം. ദൈവം ഏകനാണെന്നും യഹൂദർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ ജനമാണെന്നുമാണ് ഇവരുടെ വിശ്വാസം. ഈ ദേവാലയത്തിന് കൊച്ചിൻ ജൂത സിനഗോഗ്, മട്ടാഞ്ചേരി സിനഗോഗ് എന്നിങ്ങനെയും പേരുകളുണ്ടെങ്കിലും കൊച്ചിൻ പരദേശി സിനഗോഗ് എന്ന പേരിലാണ് കൂടുതലായി അറിയപ്പെടുന്നത്. പരദേശി എന്നാൽ വിദേശി എന്നാണ് അർത്ഥം. സെഫാർഡിക് അല്ലെങ്കിൽ പോർച്ചുഗീസ് ജൂതരാണ് ഈ സിനഗോഗ് നിർമ്മിച്ചത്. അതിനാലാണ് ഈ പേര് വന്നതത്രേ. പ്രധാന പ്രാർത്ഥനാ ഹാളിലേക്ക് വരുമ്പോൾ കാണുന്ന 2 തൂണുകൾ നിർമ്മിച്ചിട്ടുള്ളത് പിച്ചളയിലാണ്. ഈ തൂണുകൾ സോളമൻ്റെ ക്ഷേത്രത്തിലെ തൂണുകളുടെ പ്രതീകമായിട്ടാണ് കണക്കാക്കുന്നത്. സെഫാർഡിക് പാരമ്പര്യങ്ങൾ പിന്തുടരുന്നതാണ് സിനഗോഗിൻ്റെ ഘടന. ജെറുസലേമിനെ അഭിമുഖീകരിച്ച് പടിഞ്ഞാറോട്ടാണ് സിനഗോഗിൻ്റെ ദർശനം.
ഈ കാണുന്ന ഇരിപ്പിടങ്ങളെല്ലാം ആ കാലഘട്ടങ്ങളിൽ അന്ന് നിർമ്മിച്ചിട്ടുള്ളവയാണ്. ഇതിപ്പോഴും മനോഹരമായിട്ട് നിലനിർത്തുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് 16-ാം നൂറ്റാണ്ടിലെ അലങ്കാരമായി ചൈനയിലെ കാന്റണിൽ നിന്ന് വാങ്ങിയ കൈകൊണ്ട് നിറമിട്ട നീല വില്ലോ പാറ്റേൺ പിഞ്ഞാണ തറയോടുകളാണ്. വാണിജ്യ പെയിന്റുകളുടെ കണ്ടുപിടുത്തത്തിന് മുൻപ് ഓരോ തറയോടും സസ്യജന്യ വർണ്ണങ്ങൾ ഉപയോഗിച്ചാണ് നിറം പിടിപ്പിച്ചിരുന്നത്. അതിനാൽ ടൈലുകൾ ഒന്ന് മറ്റൊന്നുമായി സാമ്യമുള്ളതായിരിക്കില്ല. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. 1100 ടൈലുകളാണ് ഇവിടെ വിരിച്ചിരിക്കുന്നത്. ഈ കാണുന്ന എഹാലിലാണ് തോറ ചുരുളുകൾ സൂക്ഷിച്ചിട്ടുള്ളത്. ഏകദേശം നടുവിലായിട്ട് ഈ കാണുന്ന പീഠത്തെ വിളിക്കുക പ്രസംഗപീഠം അല്ലെങ്കിൽ ഭീമ എന്നാണ്. ഇവരുടെ നേതാവായ ഹസാൻ പ്രാർത്ഥനകൾ നടത്തുക ഈ പീഠത്തിൽ നിന്നുകൊണ്ടായിരിക്കും. സായാഹ്ന പ്രാർത്ഥനകൾ എപ്പോഴും നടത്തപ്പെടുന്നത് ഈ ഭീമയിൽ നിന്നാണ്. മുകളിൽ നോക്കുകയാണെങ്കിൽ ഹാളിൻ്റെ നടുവശം ബെൽജിയത്തിൽ നിന്നുള്ള വെള്ളി ബഹുശാഖാ ദീപങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നത് കാണാൻ കഴിയും. പെട്ടകത്തിന് മുന്നിൽ സോളമൻ്റെ കാലം മുതൽ എല്ലാ യഹൂദ സിനഗോഗുകളിലുമുള്ള ശാശ്വതമായ വിളക്കാണ്. താമിദ് എന്ന് വിളിക്കും. ഇപ്പോഴും ഇത് മനോഹരമായി നിലനിർത്തിപ്പോരുന്നു. ജൂത നേതാക്കൾക്ക് നൽകിയിരുന്ന പുരാതന രാജകീയ പദവികൾ വിവരിക്കുന്ന ചരിത്രപരമായ ചെമ്പ് ഫലകങ്ങളും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തോറ ചുരുളുകളും ഈ സിനഗോഗിൽ സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഈ കാണുന്നത് അപ്പർ ഗാലറിയിലേക്കുള്ള വഴിയാണ്. ഇവിടെയും ഒരു രണ്ടാം പ്രസംഗപീഠം ഉണ്ട്. അതിന് പിറകിലായി സ്ത്രീകൾക്കുള്ള പ്രാർത്ഥനാ മുറിയാണ്. ഈ മതിലിനപ്പുറം മട്ടാഞ്ചേരിയിലെ ഹിന്ദു ക്ഷേത്രവും കൊച്ചി മഹാരാജാവിൻ്റെ കൊട്ടാരവുമായി പങ്കിടുന്നു.
സിനഗോഗിനുള്ളിൽ പ്രാർത്ഥനയ്ക്കായി പ്രവേശിക്കുന്നതിന് മുൻപ് വിശ്വാസികൾ കൈകാലുകൾ കഴുകി വൃത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള ജലാശയവും തൊട്ടടുത്ത് കാണുന്നത് കിണറുമാണ്. ഇതിലെയാണ് മ്യൂസിയത്തിലേക്ക് പോകുന്നത്. ഇവിടെ ക്യാമറ ഉപയോഗിക്കാൻ പാടില്ല. ഇതൊക്കെയാണ് മട്ടാഞ്ചേരിയിലെ ജൂത സിനഗോഗിൻ്റെയും ജൂ ടൗണിൻ്റെയും വിശേഷങ്ങൾ. വീണ്ടും മറ്റൊരു യാത്രാവിശേഷവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.